ഹലോ, എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് ഒരു അടിപൊളി കുമ്പിളപ്പം ഉണ്ടാക്കാം. ഇപ്പോൾ ചക്ക സീസണൊക്കെ ആണല്ലോ, ചക്കയുടെ സീസൺ തീർന്നു വരികയാണ്. അപ്പോൾ നമുക്ക് ചക്ക കൊണ്ടൊരു കുമ്പിളപ്പം ഉണ്ടാക്കാം. ഇത് കൂടുതലും വഴനയില ഉപയോഗിച്ചാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അതില്ലാത്തവർക്ക് വാഴയില ഉപയോഗിച്ചാണേലും ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി കുരുകളഞ്ഞ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് നല്ലതുപോലെ വേണം. പിന്നെ ചെറിയ ജീരകം, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്ത് പൊടിച്ചതാണ്. നല്ലൊരു മണം ഇതിന് കിട്ടും. ചെറിയ ജീരകം 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഏലയ്ക്ക ഒരു 12 ഏലയ്ക്ക എടുത്തിട്ടുണ്ട്. അത് തൊലി മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്ത് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഉപ്പ്. അപ്പോൾ കുറച്ച് ചക്ക നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ചക്കയാണ്. നമുക്ക് ചക്ക സീസണാകുമ്പോൾ ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് ഫ്രീസറിനകത്ത് സൂക്ഷിച്ചാൽ ഇതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചക്ക റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പകുതിയിൽ കൂടുതൽ ചക്ക ഒന്ന് പേസ്റ്റാക്കിയെടുക്കാം. കുറച്ച് കൂടുതൽ ചക്ക എടുത്തിട്ടുണ്ട് പേസ്റ്റാക്കാനായിട്ട്. ബാക്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ശർക്കര പാനിക്കുള്ള ശർക്കര ഉരുക്കാൻ വയ്ക്കാം. ഇതൊരു 300-350 ഗ്രാം അടുത്ത് വരും. അപ്പം നമ്മുടെ കുമ്പിളപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ടാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ചക്ക അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ശർക്കരയ്ക്ക് ഉപ്പുള്ളത് കാരണം നമ്മൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ഈ ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കുമ്പിളപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പിള് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. വഴനയില ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് കുമ്പിള് മടക്കിയെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ കുമ്പിളുണ്ടാക്കുമ്പോൾ വാഴയില പൊട്ടിപ്പോകും. ഇതിന് ഞാൻ കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊന്ന് കൊത്തിയെടുക്കാം. ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈർക്കിലി കാണുമല്ലോ,
അതാണേലും മതിയാകും. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വഴനയില കൊണ്ട് ഒന്നുണ്ടാക്കി നോക്കാം. ചെറിയ ഇലയാണ്, ഇതിനൊരു ഇത്തിരി വലിയ ഇല ആവശ്യമാണ്. ഇത് ചെറുതായിട്ടേ കിട്ടത്തുള്ളൂ നമുക്ക്. ഇത് ചെറിയ ഇല ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഞെട്ട് തന്നെ ഇങ്ങനെ നമുക്ക് വളച്ചതിനകത്തോട്ട് വെച്ചാൽ മതിയാകും. ഇങ്ങനെ ഇരിക്കും അത്. നമുക്ക് 2-3 വഴനയിലയിൽ ഉണ്ടാക്കിയെടുക്കാം. ബാക്കി നമുക്ക് വാഴയിലയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വാഴയിലയാണ് കൂടുതൽ ഈസി. ഇപ്പോൾ വഴനയിലയിലും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പാത്രത്തിനകത്ത് വെച്ച് നമുക്ക് വട്ടയപ്പം പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുത്താലും നല്ലതാണ്. അപ്പോൾ കുമ്പിൾ കുത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ബാക്കി കുറച്ച് മാവുണ്ട്, അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു വാഴയില വെച്ചിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി എള്ളിട്ട് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓപ്ഷനാണ്. ഇനി ഇത് നമുക്ക് അപ്പച്ചമ്പയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് മറ്റേ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. നമ്മുടെ കുമ്പിളപ്പം എവിടം വരെ ആയെന്ന് നോക്കാം. ആഹാ, കുമ്പിളപ്പം റെഡിയായിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാണെന്ന് പറഞ്ഞ് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. നല്ല കിടിലൻ ടേസ്റ്റാണ്. പാത്രത്തിൽ പുഴുങ്ങിയെടുത്തത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുമ്പിളപ്പവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വഴനയിലയിൽ ഉണ്ടാക്കിയതും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.